തിരുവനന്തപുരം നഗരത്തെ ഒന്നാകെ പരിഭ്രാന്തിയിലാക്കുന്ന വിഷയമാണ് അടിക്കടി ഉണ്ടാകുന്ന ഭക്ഷ്യവിഷബാധ. കൃത്യം ഒരാഴ്ച മുൻപാണ് വിഴിഞ്ഞത്തെ സ്വകാര്യ ഹോട്ടലിൽ നിന്നും ഭക്ഷണം കഴിച്ച 6-അംഗ കുടുംബത്തിലെ 2 പേർ മരിക്കുന്നത്. മരണം സംഭവിച്ചത് ഭക്ഷ്യവിഷബാധ മൂലമെന്ന് കുടുംബം അന്നേ ആരോപിച്ചിരുന്നു. ഇത് ജനങ്ങളിൽ വീണ്ടും ഭീതി പടർത്തുകയാണ്. കടൽ വിഭവങ്ങൾ, മറ്റു നോൺ വെജ് വിഭവങ്ങൾ, മയണൈസ് എന്നിവയിൽ നിന്ന് ഭക്ഷ്യവിഷബാധ ഏൽക്കുന്ന അവസരങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് ഭീതി പടർത്തുകയാണ്. വഴിയോര കടകളിലെയും വൻകിട ഹോട്ടലുകളിലെയും വൃത്തിഹീനമായ സാഹചര്യവും വിളമ്പുന്ന പഴക്കം ചെന്ന ആഹാരവും മനുഷ്യജീവന് വിലയിടുകയാണ്. ഇന്നും ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന വഴിയോര കടകൾ കൂണുപോലെ മുളച്ചു വരികയാണ്. സംസ്ഥാനത്ത് ഹൈജീൻ റേറ്റിംഗുള്ള ഹോട്ടലുകളുടെ വിവരങ്ങൾ പൊതുജനങ്ങൾക്കും ലഭ്യമാകുന്ന രീതിയിലുള്ള ഈറ്റ് റേറ്റ് ആപ്പും പരാജയമായി മാറി. ഇത്തരം വിഷയങ്ങൾ ആവർത്തിക്കപ്പെടുമ്പോൾ കർശന നടപടിയുമായി മുന്നോട്ടു പോകാനാണ് നഗരസഭയുടെ തീരുമാനം. എല്ലാ സ്ഥലത്തും ഒരേപോലെ തന്നെ റൈഡ് നടത്തിക്കൊണ്ട് ഭക്ഷ്യസുരക്ഷാ വകുപ്പുമായിട്ട് യോജിച്ചുകൊണ്ടും അതുകൊണ്ട് നഗരസഭയുടെ ഭരണകൂടം കൃത്യമായിട്ടുള്ള നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകും. എന്നാൽ ഇപ്പോഴും നഗരത്തിൽ പരിശോധനയ്ക്കായി കടന്നു ചെല്ലാൻ കഴിയാത്തതും സഹകരിക്കാത്തതുമായ ഹോട്ടലുകൾ വെല്ലുവിളി ഉയർത്തുകയാണ്. തിരുവനന്തപുരം പട്ടണത്തിൻ്റെ ചില പ്രദേശങ്ങൾ കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്കോ പോലീസിനോ കടന്നു ചെല്ലാൻ പറ്റാത്ത തരത്തിലുള്ള സാഹചര്യങ്ങൾ നിലവിലുണ്ട്. ഹോട്ടലുകാർ നിയമം അനുസരിക്കില്ല, ഞങ്ങളിവിടെ നിയമം അനുസരിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചാൽ ഒരുപക്ഷെ നൈമിഷികമായിട്ട് ഒരു ചുരുങ്ങിയ കാലഘട്ടത്തേക്ക് അവർക്കൊരു വിജയമുണ്ടായിരിക്കാം. പക്ഷേ ദൂരവ്യാപകമായിട്ട് നിയമത്തെ വെല്ലുവിളിച്ചു കൊണ്ടുപോയി കഴിഞ്ഞാൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകും. കൃത്യമായ പരിശോധനകൾ കൃത്യമായ ഇടവേളകളിൽ നടത്തി സുരക്ഷ പൂർണ്ണമായും ഉറപ്പാക്കാൻ സാധിക്കുമോ എന്ന ചോദ്യം ഇനിയും ബാക്കി നിൽക്കുകയാണ്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.